യൂണിവേഴ്സിറ്റി ഓഫ് കുണിയയിൽ ഹൈടെക് സ്പോർട്സ് സിറ്റി വരുന്നു. ഇതിന്റെ ഒന്നാം ഘട്ടത്തിന് റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ എംഎൽഎമാരായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവും ഇ ചന്ദ്രശേഖരനും ചേർന്ന് തുടക്കം കുറിച്ചു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. അത്യുത്തര കേരളത്തിന്റെ കൗമാര കായിക സ്വപ്നങ്ങൾക്ക് പുതിയ വേഗവും പുതിയ ഉയർവും നൽകാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കുണിയയിൽ യാഥാർത്ഥ്യമാക്കുന്നത്. 3 ഘട്ടങ്ങളിലായി പൂർണ്ണതയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട ഹൈടെക് സ്പോർട്സ് സിറ്റി 25 ഏക്കർ സ്ഥലത്തായിരിക്കും പ്രവർത്തിക്കുക. രാജ്യാന്തര സ്റ്റേഡിയം കോംപ്ലക്സിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഹോക്കി, വോളിബോൾ, ടെന്നീസ് എന്നിവയുടെ കോർട്ടുകൾ, ഇൻഡോർ സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്ക്, വാട്ടർ സ്പോർട്സ് സെന്റർ, സ്പോർട്സ് അക്കാദമി, അയോധന കലാ പരിശീലന കേന്ദ്രം, കൺവെൻഷൻ സെന്റർ, ഹോഴ്സ് റേസ്, ആർച്ചറി ഗെയിമിംഗ്, മെഡിസിൻ ഫിറ്റ്നസ് സെന്റർ, ഗെയിമിംഗ് ആൻഡ് ഇ സ്പോർട്സ് അരീന, ഹോസ്റ്റൽ, ഹെലിപാഡ്, മൾട്ടി ലെവൽ പാർക്കിംഗ് എന്നിവയെല്ലാം സ്പോർട്സ് സിറ്റിയിൽ ഒരുക്കും. 2028 ഇതിന്റെ പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് വടക്കൻ കേരളത്തിന്റെ കായിക മികവിന്റെയും സാമൂഹിക ഇടപെടലിന്റെയും കേന്ദ്രമാക്കി മാറ്റാനാണ് യൂണിവേഴ്സിറ്റി ഓഫ് കുണിയയുടെ അണിയറ പ്രവർത്തകരുടെ ആഗ്രഹവും പരിശ്രമവും. ഇതിന്റെ ഭാഗമായി നടത്തുന്ന ഒന്നാം ഘട്ട പ്രവൃത്തികൾക്കാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവും കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനും ചേർന്ന് തുടക്കം കുറിച്ചത്. മനുഷ്യന്റെ നിലനിൽപ്പിന്, സമൂഹത്തിന്റെ നിലനിൽപ്പിന്, തലമുറകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്ന് നല്ല തിരിച്ചറിവുള്ളവരാണ്. നമ്മളെക്കാൾ കൂടുതൽ തിരിച്ചറിവ് ഉൾപ്രാഴ്ചക്കുണ്ടായി എന്നാണ് അതിന്റെ പദ്ധതി. അതുകൊണ്ട് അദ്ദേഹം വേണമെങ്കിൽ കോളേജിനനുബന്ധിച്ച് ചെറിയ ഗ്രൗണ്ട് മതി, അതാണ് കോളേജിന് ആവശ്യം. പക്ഷേ അദ്ദേഹം ചിന്തിച്ചത് കോളേജിനോട് അനുബന്ധിച്ചൊരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നല്ല. അദ്ദേഹം ആലോചിച്ചത് ലോകത്തിന്റെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന, IPL ക്രിക്കറ്റ് ഉൾപ്പെടെ നടത്താൻ പറ്റാവുന്ന, വേൾഡ് കപ്പിൽ ഫുട്ബോൾ നടത്താൻ പറ്റാവുന്ന അത്ര വലിയൊരു സ്റ്റേഡിയം, എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയ സ്റ്റേഡിയം, എല്ലാം ഒരു കോംപ്ലക്സിൽ വരുന്നതിലേക്കുള്ള സ്റ്റേഡിയം ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ യൂണിവേഴ്സിറ്റിയുടെ തുടക്കക്കാരനായിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ കുണിയിലെ ഇബ്രാഹിം ഹാജി അദ്ദേഹം മനസ്സ് വെച്ച് തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ അതിന് സാങ്കേതികത്വങ്ങളോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ഇല്ലാതെ പണം മുടക്കുന്നവരുടെ മനസ്സിന്റെ ദൃഢത കൊണ്ട് മാത്രം നടപ്പാക്കാൻ കഴിയുന്നൊരു വലിയ പദ്ധതിയായി അത് മാറുകയാണ്. ചടങ്ങിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന അധ്യക്ഷയായി. ജില്ലയിലെ മറ്റ് MLAമാരായ NA നെല്ലിക്കുന്ന്, AK അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കുണിയ ഗ്രൂപ്പ് CEO സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക, പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഹനീഫ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് K മണികണ്ഠൻ, മുൻ മെമ്പർ ഷാഹിദ റഷീദ്, പഞ്ചായത്ത് അംഗം T മാധവൻ, BA ഷാഫി, KE ബക്കർ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, രാജൻ, മുരളി പെരിയ സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാമകൃഷ്ണൻ പെരിയ, പനിയാൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് P മണിമോഹൻ, കേരള വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ചിത്ര ചന്ദ്രമോഹനൻ, സ്പോർട്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് പള്ളം നാരായണൻ, കാസർഗോഡ് ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അച്യുതൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ, കുണിയ ഗ്രൂപ്പ് മാനേജ്മെന്റ് കോർഡിനേറ്റർ സുദീപ് എന്നിവർ സംസാരിച്ചു. ഷിബിലി സ്വാഗതവും കുണിയ ഗ്രൂപ്പ് ഡയറക്ടർ ലക്ഷ്മിബായ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.